പ്രൈസ് ദ ലോർഡ്. ആവേ മരിയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ നമുക്ക് എല്ലാവർക്കും ആനന്ദം തരുന്ന പെസഹ വ്യാഴാഴ്ചയാണ്. പെസഹ വ്യാഴാഴ്ച കാർമൽ മിനിസ്ട്രി ഒരു സദ്വാർത്തയായിട്ടാണ് വരിക. ഇന്ന് ഈശോ ഒരു പുതിയ കൽപ്പന സ്ഥാപിച്ചതിൻ്റെ ഒരു പാവനമായ ദിവസത്തിൽ തന്നെയാണ് ആ സ്നേഹവുമായി ബന്ധപ്പെട്ട ഒരു സന്ദേശം, സദ്വാർത്ത നിങ്ങൾക്ക് എല്ലാവർക്കും നൽകുക. അതിൽ എനിക്ക് ഒത്തിരി ആനന്ദമുണ്ട്. ഈ സദ്വാർത്ത എത്തിച്ചേരുന്ന സ്ഥലങ്ങളിൽ നിന്ന് പ്രത്യാശയുടെ ഒരു ഫീഡ്ബാക്കും അച്ഛൻ പ്രതീക്ഷിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ആവേ മരിയ. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാമത്തെ അധ്യായത്തിൻ്റെ 40-ലും 45-ലും വായിച്ചു കേൾക്കുന്നത് ഇങ്ങനെയാണ്: സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. രാജാവിൻ്റെ ഒരു മറുപടിയായിരുന്നു. വലതുവശത്ത് ഇരിക്കുന്നവരോട്, നിത്യസൗഭാഗ്യത്തിന് അർഹരായവരോട് ദൈവം പറയുന്ന ഒരു രാജാവ്, ആ രാജാവ് ക്രിസ്തുവാണ്. നമ്മുടെ സമ്മാനത്തിൻ്റെ കാര്യം പറയുന്ന, അതിന് നമ്മളെ അർഹരാക്കുന്ന സ്വർഗീയ യേശു പറയുന്നതാണ്. നമ്മുടെ വിധിയുമായി ബന്ധപ്പെട്ട നമ്മുടെ സൽപ്രവൃത്തികളുടെ ഫലത്തെക്കുറിച്ച് പറയുന്നതാണ്. 45-ൽ പറയുന്നത് ഇങ്ങനെയാണ്: അവൻ മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ഏറ്റവും എളിയവരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. എന്നിട്ട് പറയും, ഇവർ നിത്യശിക്ഷയിലേക്ക് പോകുമെന്നാണ് പറയണം. എന്നാൽ ചെയ്തു കൊടുത്തപ്പോൾ നീതിമാന്മാരായി അവർ നിത്യജീവനിലേക്കും പ്രവേശിക്കും എന്നാണ് മത്തായിയുടെ സുവിശേഷത്തിൽ ഈ 25-ാമത്തെ അധ്യായത്തിൽ 40-ലും 45-ലും നമ്മൾ വായിച്ച് കേൾക്കുക. ഈ നവ്യമായ കൽപ്പന ഈശോ സ്ഥാപിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുക: നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. അപ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ മക്കളായി തീരുക, സഹോദരനായി തീരുക, സഹോദരിയായി തീരുക, ദൈവമക്കളായി തീരുക. നമ്മളിൽ ഈ ക്രിസ്തു കാണിച്ചു തന്ന പരസ്നേഹ പ്രവൃത്തികൾ നമ്മളിൽ നിഴലിക്കുമ്പോഴാണ്, പ്രതിഫലിക്കുമ്പോഴാണ്. ഇപ്പോൾ കാർമൽ മിനിസ്ട്രി 2014 മുതൽ ഒരു ദൈവരാജ്യ ശുശ്രൂഷ ചെയ്യുന്ന ഒരു കൊച്ചു കൂട്ടായ്മയാണ്. എൻ്റെ നേതൃത്വത്തിലാണ് 2014 മുതൽ ഈ കാർമൽ മിനിസ്ട്രി എന്ന് പറയുന്ന ഒരു ശുശ്രൂഷ മുന്നോട്ട് പോവുക. ദൈവത്തിൻ്റെ മഹാകരുണ കൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം കൊണ്ട് തന്നെയാണ്. ഇതിൽ 99% ആളുകളും ആത്മായ പ്രേക്ഷിതരാണ്. ഞാൻ അവർക്ക് ഒരു ആനിമേഷൻ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം ധ്യാനത്തിൻ്റെ ആയാലും മധ്യസ്ഥ പ്രാർത്ഥനയായാലും അവർ തന്നെയാണ് ചെയ്യുന്നത്. വചനപ്രഘോഷണത്തിലും അതുപോലെ തന്നെ അതിനെ ക്രോഡീകരിക്കുന്ന കാര്യത്തിലെല്ലാം ആത്മായ കൂട്ടായ്മയുടെ ശക്തമായിട്ടുള്ള ഒരു കൊച്ചു സമൂഹമാണ് കാർമൽ മിനിസ്ട്രി. കാർമൽ മിനിസ്ട്രി 2014 മുതൽ മുന്നോട്ട് പോകുമ്പോൾ ഒത്തിരി സേവന ശുശ്രൂഷ കൂടി ചെയ്യുന്നുണ്ട്. വെറുതെ വചനം പ്രസംഗിക്കുന്നതിനേക്കാൾ ഉപരി പച്ചയായ മനുഷ്യരുടെ യാഥാർത്ഥ്യങ്ങളിലേക്ക് മാംസപ്പെടുത്തുന്ന വചനവുമായി കടന്നു പോവുക. അപ്പോൾ 2025-ൽ നമ്മൾ കാർമൽ മിനിസ്ട്രി ചെയ്യുന്നത് തിരുവനന്തപുരത്തുള്ള വിനോദ് അഞ്ജലി. ഈ ദമ്പതികൾക്ക്, അവർക്ക് 2 കുഞ്ഞു മക്കളുണ്ട്. അവർക്കൊരു ഭവനം, ഒരു പുതിയ കുടില് നിർമ്മിച്ചു കൊടുക്കുന്നതിൻ്റെ ഒരു പങ്കാളിത്തം കാർമൽ മിനിസ്ട്രി ഏറ്റെടുക്കുകയാണ്. പ്രാർത്ഥനയുടെ ഫലമായി ടീമിന് കിട്ടിയ ഒരു പ്രേരണ അനുസരിച്ച്. അപ്പോൾ അവരുടെ കുടുംബ ഫോട്ടോ ഈ വീഡിയോടൊപ്പം നമ്മൾ അയക്കുന്നുണ്ട്. നമ്മളുടെ കാർമൽ മിനിസ്ട്രിയുടെ കോർഡിനേറ്റർ എന്ന് പറയുന്നത് ഷെർലി എന്ന് പറയുന്ന ഒരു അധ്യാപികയാണ്. നെയ്യാറ്റിൻകര രൂപതക്കാരത്തിയാണ്. കത്തോലിക്ക സഭയെ ഒത്തിരി സ്നേഹിക്കുന്ന, ഒത്തിരി വചന ദാഹമുള്ള, ദൈവമക്കളുടെ രക്ഷ
ആത്മാക്കളുടെ രക്ഷ മാത്രം ലക്ഷ്യപ്പെടുത്തി മാതൃകാപരമായ ഒരു കുടുംബജീവൻ നയിക്കുന്ന ഒരു ടീച്ചറിൻ്റെ കോർഡിനേഷനാണ് കാർമൽ മിനിസ്ട്രിയിലുള്ളത്. പ്രൈസ് ദ ലോർഡ്. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. അതിൻ്റെ സാമ്പത്തികമൊക്കെ കൈകാര്യം ചെയ്യുന്നത് സുഗു എന്ന് പറയുന്ന ഒരു സാറാണ്. അതും ഈ ടീച്ചറിൻ്റെ ഭർത്താവാണ്. അദ്ദേഹത്തോടൊപ്പം തന്നെ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു അൽമായ പ്രേക്ഷിതനും സാമ്പത്തികം കൈകാര്യം ചെയ്യുകയാണ്. അതിനാൽ ഒരു ഒരു യുവാവിൻ്റെ അക്കൗണ്ടിലേക്കാണ് നമ്മൾ ഇവർക്ക് വേണ്ടിയുള്ള ഈ ഒരു സാമ്പത്തിക സമാഹരണം ചെയ്യുക. ബിനോയ് എന്ന് പറയുന്ന ഒരു യുവാവിൻ്റെ ഒരു അക്കൗണ്ടിലേക്കാണ് നമ്മൾ സാമ്പത്തികമായിട്ടുള്ള ഈ സമാഹരണം കാർമൽ മിനിസ്ട്രിയിലൂടെ ചെയ്യുക. കാരണം അഞ്ജലിക്കും വിനോദിനും സ്വന്തമായ ഒരു അക്കൗണ്ട് പോലും ഇല്ല എന്നുള്ളതാണ് ഒരു അവർക്കുള്ള വലിയ തടസ്സങ്ങളിൽ ഒരു തടസ്സവും. പിന്നെ സർക്കാർ തലത്തിലും ഒരു ഭവനം കിട്ടാനുള്ള ശ്രമങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. നമുക്കറിയാം, അത് കിട്ടിയാൽ പോലും 4 ലക്ഷം രൂപയെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഒരു ഭവനം, അവർക്ക് 2 കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത്, അവർക്കൊരു ഭവനം ഒരിക്കലും ആ ഒരു പ്രോജക്റ്റിൽ തീർക്കാൻ പറ്റത്തില്ല. അപ്പോൾ സർക്കാരിൻ്റെ സഹായവും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കാർമൽ മിനിസ്ട്രിയിലൂടെ നമ്മൾ അവർക്ക് വേണ്ടി ഒരു ഭവന പൂർത്തീകരണത്തിന് വേണ്ടി ഒരു സാമ്പത്തിക സമാഹരണം ചെയ്യുകയാണ്. അപ്പോൾ സുന്ദരമായിട്ടുള്ളൊരു ദിവസമാണ്. നമ്മളെല്ലാവരും ഒത്തിരി ചാരിറ്റി ചെയ്യുന്ന ഒരു പെസഹ വ്യാഴാഴ്ച ഈ കേൾക്കുന്ന വചനത്തിലൂടെ ഈ എളിയവരിൽ